പാടുന്നു
ഞങ്ങൾ പാടുവാൻ. മിന്നിത്തിളങ്ങും
മഹിമകൾ വെടിഞ്ഞിതാ. സ്വർഗീയ ദൂതരാത്തു പാടുന്നു മോദമായി രാജരാജനീശുദാതനാ. സ്വർഗീയ ദൂതരാത്തു പാടുന്നു മോദമായി രാജരാജനീശുദാതനാ. സ്തുതിച്ചിടാം സപ്തസ്വരങ്ങളിൽ വിൺദൂതരോടൊപ്പം പാടിടാം. ഉച്ചത്തിൽ ഹല്ലേലൂയ. സ്തുതിച്ചിടാം സപ്തസ്വരങ്ങളിൽ വിൺദൂതരോടൊപ്പം പാടിടാം. ഉച്ചത്തിൽ ഹല്ലേലൂയ. സ്നേഹരാഗപ്രസൂനമാമൊരു നാദമേ, പാരിജാതപ്രശോഭ പോലൊരു വിൺതാരമേ, മാലോകരിൻ സദ്വാർത്തയാം പുണ്യതീർത്ഥമേ, സർദൂതൻ താരാട്ടുനീ കേട്ടുറങ്ങിടൂ. രാരിരാരോ രാരിരാരോ
ശോഭ പോലൊരു താരമേ മാലോകരിൻ സത്വാർത്തയാം പുണ്യതീർത്ഥമേ സർദൂതൻ താരാട്ടു നീ കേട്ടുണർന്നിടൂ രാരിരാരോ രാരിരാരോ രാരിരാരി രാരിരാരോ 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 രാരിരാരി രാരിരാരോ രാരിരാരോ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം. താണിറങ്ങലിൻ്റെയും പങ്കിടലിൻ്റെയും സന്തോഷം എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ചുരുങ്ങിയ ചില മിനിറ്റുകൾ നിങ്ങളുമായി സംസാരിക്കുവാനായി താല്പര്യപ്പെടുന്നത്. അതിന് ആധാരമായി എടുത്തിരിക്കുന്ന ദൈവജനം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 33-ാം വാക്യം. ഒരു ശമര്യക്കാരനോ വഴി പോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഉപമകളിൽ അതിശ്രേഷ്ഠമായ ഒന്നാണ് നല്ല ശമര്യക്കാരൻ്റെ ഉപമ. ഇവിടെ വഴിയാത്രയിൽ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് സകലതും നഷ്ടപ്പെട്ട് അർത്ഥപ്രാണനായി കിടക്കുന്ന ഒരുവൻ, ആ അവസ്ഥയിൽ അതുവഴിയായി ഒരു പുരോഹിതൻ ആദ്യമായി കടന്നു പോകുന്നു. ഇവനെ കാണുകയോ ഇവനെ അടുക്കലേക്ക് പോവുകയോ ഒന്നും ചെയ്യാതെ മാറി കടന്നുപോയതായി നാം വായിക്കുന്നു. തുടർന്ന് ശുശ്രൂഷകളിൽ സഹായിക്കുന്ന ലേവ്യനായ ഒരുവൻ അതുവഴി കടന്നുപോയി. അവനും ഇവനെ ഗൗനിക്കാതെ ഇവനടുക്കൽ പോകാതെ മാറി കടന്നു പോകുന്നു. അതേ തുടർന്ന് ശമര്യനായ ഒരു വ്യക്തി വരികയും അർത്ഥപ്രാണനായി കിടന്ന ഈ മനുഷ്യനെ കണ്ട് അവൻ്റെ അടുക്കിലേക്ക് വന്നു. തൻ്റെ ദയനീയമായ അവസ്ഥ മനസ്സിലാക്കി തൻ്റെ വാഹനമൃഗത്തിൽ നിന്ന് താഴെ ഇറങ്ങി തൻ്റെ അടുക്കിലേക്ക് വന്ന് അവൻ്റെ അടുക്കലിരുന്ന് എണ്ണയും വീഞ്ഞുമെല്ലാം അവൻ്റെ മുറിവുകളിൽ പകർന്ന് അവന് പ്രാഥമികമായി ശുശ്രൂഷകൾ നൽകി അവനെ അടുത്തുള്ള വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോവുകയും അവന് വേണ്ടതായ ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തീരുന്നില്ല. രാത്രിയിൽ അവനോടൊപ്പം ഇരുന്നു. രാവിലെ എഴുന്നേറ്റ് അവന് ചിലവായ തുകകളെല്ലാം അവിടെ കണക്ക് നോക്കി വീണ്ടും ആവശ്യമായി വരുന്നതായ കാര്യങ്ങൾക്ക് വേണ്ടി 2 വെള്ളിക്കാശ് കൊടുത്ത് തിരികെ പോകുന്നതായി നാം അവിടെ വായിക്കുന്നു. ഇതിൽ നിന്നും ഈ ശമര്യക്കാരനായ വ്യക്തി ഇവൻ്റെതായ ഈ ദയനീയമായ അവസ്ഥ കണ്ട് തൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ, തൻ്റെ വാഹനം നിന്ന് താഴെ ഇറങ്ങുവാൻ, തന്നോടൊപ്പം ഇരിക്കുവാൻ പ്രത്യേകമായ മനസ്സ് കാണിക്കുകയും തനിക്കുള്ളതിനെ എല്ലാം പ്രത്യേകമായി ഇവന് വേണ്ടി ചെലവിടുവാൻ, പങ്കിടുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ പ്രസ്താവ്യമായ ഒരു കാര്യമാണ്. എന്നെ കേൾക്കുന്നതായ പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് നാളുകളിലൂടെ നാം കടന്നു പോവുകയാണല്ലോ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് നാം നോക്കുമ്പോൾ സ്വർഗോന്നതികളിൽ ദൈവത്തോടൊപ്പമായിരുന്നവൻ, ദൈവമായിരുന്നവൻ അവിടുന്ന് മനുഷ്യരൂപമെടുത്തു, ഭൂമിയിലേക്ക് താണിറങ്ങി, മനുഷ്യനായി താണിറങ്ങി വന്നു, മനുഷ്യരോടൊപ്പം വസിച്ചു, വേദന ഇരിക്കുന്നവരെ ആശ്വസിപ്പിച്ചു, രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, മനുഷ്യർക്ക് വേണ്ടി എല്ലാമായി തീർന്നു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ സ്വർഗോന്നത ഒഴിഞ്ഞുള്ളതായ താണിറങ്ങലും മനുഷ്യരോടൊപ്പമുള്ളതായ തൻ്റെ വാസവും നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതായിരുന്നു. വളരെ ശ്ലാഘനീയമാണ്. നമുക്കെല്ലാം അനുകരിക്കുവാൻ പറ്റിയ ഒരു കാര്യമാണ്. ദൈവമക്കളായിരിക്കും നമ്മൾ നമ്മുടേതായ ജീവിതങ്ങളിൽ ദൈവം നൽകുന്നതായ സാഹചര്യങ്ങൾ അത് മറ്റുള്ളവരെ കൊണ്ട് പ്രയോജനപ്പെടുവാനും മറ്റുള്ളവരുമായി പങ്കിടുവാനും അതിലുള്ള സന്തോഷവും അനുഗ്രഹങ്ങളും പ്രാപിപ്പാനും നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം.
ക്രിസ്മസ് നാളുകൾ എന്നുള്ളത് പങ്കിടലിൻ്റെയും അതുപോലെ തന്നെ കരുതലിൻ്റെതായ നാളുകളാണ്. ആദിമസഭയെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുമ്പോൾ ആദിമസഭയിൽ ആർക്കും ഒരു മുട്ടും ഉണ്ടായിരുന്നില്ല. അവരിൽ ദരിദ്രനായി ആരും ഉണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം സഭാചരിത്രം പഠിക്കുമ്പോൾ നാം പ്രത്യേകമായി മനസ്സിലാക്കുന്നു. ജൂലിയൻ എന്നതായ ചക്രവർത്തി വളരെ അധികം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചവനാണ്. എന്നാൽ ക്രിസ്ത്യാനികളെക്കുറിച്ച് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ ആരും തന്നെ ദരിദ്രനായില്ല, ആരും തന്നെ പട്ടിണിക്കാരായില്ല. കാരണം നിങ്ങളുടെ ആൾക്കാരെ സ്നേഹിക്കുന്നു, നിങ്ങൾ മനുഷ്യ സ്നേഹമുള്ളവരാണ്. നിങ്ങളുടെ ആൾക്കാരെ മാത്രമല്ല ഞങ്ങളെ ആൾക്കാരെയും കൂടെ നിങ്ങൾ സഹായിക്കുന്നു. അപ്പോൾ ആ ക്രിസ്ത്യാനികളെക്കുറിച്ച് പറയുന്നതായ കാര്യം വളരെയധികം പ്രസക്തിയുള്ളതാണ്. ഇന്നും നമ്മുടെ ജീവിതത്തിൽ സ്വാർത്ഥത വെടിഞ്ഞ് സ്വർഗോന്നതികൾ വെടിഞ്ഞ് ഭൂമിയിൽ ഇറങ്ങി വന്ന നല്ല ശമരിയക്കാരനായ ആ ശമരിയക്കാരൻ്റെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ കരുതുവാനും ഉൾക്കൊള്ളുവാനും മനുഷ്യസ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് നിലനിൽപ്പാനും ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.